أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. അള്ളാഹുവിന്റെ മറ്റൊരു വിശിഷ്ട നാമമാണ് മുഅ്മിൻ എന്ന നാമം. ഈ നാമത്തിനും അനവധി മഹത്വങ്ങളും. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതെങ്കിലും മേഖലകളിൽ ഭയം അനുഭവപ്പെടുന്ന ആൾ, തന്റെ സാമ്പത്തികമായ തകർച്ച, ശാരീരികമായിട്ടുള്ള മറ്റേതെങ്കിലും പ്രയാസങ്ങൾ, മാനസികമായിട്ടുള്ള അസ്വസ്ഥത, ഇങ്ങനെ തുടങ്ങിയുള്ള സംഗതികൾ ഒരാൾ ഭയക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തി വളരെ മാനസികമായിട്ടുള്ള മനസാന്നിധ്യത്തോടുകൂടെ 36 തവണ യാ മുഅ്മിൻ യാ അല്ലാഹ് എന്ന് ചൊല്ലിയാൽ ആ വ്യക്തിക്ക് അതിലൂടെ അദ്ദേഹത്തിന്റെ ഭയത്തിൽ നിന്ന് മോചനം ലഭിക്കും. അതോടൊപ്പം അദ്ദേഹത്തിന്റെ സമ്പത്തിന്, കുടുംബത്തിന്, വീടിന് എല്ലാം വലിയ സംരക്ഷണവും ഉണ്ടാകും എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ മറ്റൊരു നാമമാണ് അസീസ് എന്ന നാമം. അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ അജയ്യത, അവന്റെ അന്തസ് വിളിച്ചോതുന്ന നാമമാണ് അസീസ് എന്നത്. ഈ പദം ഒരു വ്യക്തി 40 ദിവസം തുടർച്ചയായി 40 തവണ യാ അസീസ് യാ അല്ലാഹ് എന്ന് ചൊല്ലിയാൽ അദ്ദേഹത്തിന് സമുദായത്തിൽ അന്തസ് ലഭിക്കും, അഭിമാനമുണ്ടാകും. അതോടൊപ്പം അയാൾ വലിയ സമ്പന്നനാകും. അഥവാ സാമ്പത്തികമായ സ്രോതസ്സുകൾ ഹലാലായ അന്തസ്സാർന്ന മാർഗത്തിലൂടെ അദ്ദേഹത്തിലേക്ക് തുറക്കപ്പെടും എന്ന് പണ്ഡിത മഹത്തുക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, കൃത്യമായ സമയം പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും തുടർച്ചയായിട്ട് ചെയ്യുക എന്നതാണ് അസ്മാഉൽ ഹുസ്നയുടെ വ്യാഖ്യാതാക്കളിൽ പലരും ആ തുടർച്ചയെ പ്രത്യേകം പ്രാമുഖ്യത്തോടുകൂടെ പരാമർശിച്ചത് കാണുന്നു. അല്ലാഹു തആല ഖൈറായ അനവധി പ്രവർത്തനങ്ങൾ ചെയ്യാൻ നമ്മൾക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ദുആ വസിയ്യത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.